ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചുവേട്ടൻ ഇങ്ങനെ കുത്തുകൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും കൊലയാളി അവൻ്റെ പാട് നോക്കി പോയി. ഈ സമയത്ത് ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ് വന്ന് നമ്മുടെ അംബിക, എനിക്കൊന്നുമില്ല അച്ചുവേട്ടാ എന്ന് പറഞ്ഞ അച്ചുവേട്ടനെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും പുറത്തെന്തോ ഒരു ഇതുപോലെ കയ്യിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കൈ നിറയെ ബ്ലഡ്. അപ്പോഴത്തേക്കും പുറത്തുള്ളവർ വാതിലിടിച്ച് തുറന്നകത്തേക്ക് കയറി. അംബിക പതുക്കെ ബായ്ക്കോട്ട് വന്നു. ഈ കത്തി കണ്ടിത് ഊരിയെടുക്കുകയും നാട്ടുകാരും പോലീസുകാരെല്ലാവരും കൂടെ കയറി വരികയും ഒരുമിച്ചായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അംബിക അച്ചുവേട്ടനെ കുത്തി, അച്ചുവേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് അച്ചുവേട്ടൻ വീണു. അങ്ങനെ അപ്പോഴേക്കും അംബിക അവിടെ അച്ചുവേട്ടാന്നും പറഞ്ഞ ഒരൊറ്റ അലറി അവിടെ ബോധം കെട്ട് വീഴുന്നു. എല്ലാവരും ഈ കാഴ്ച കണ്ട് ഇങ്ങനെ കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ ഭൂമി അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരും പിടിച്ച് പുറത്താക്കുക, എന്നാന്ന് ചോദിച്ചുകൊണ്ട് പോലീസുകാർ ദേഷ്യപ്പെടും. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമി ഇടിച്ച് കയറി അകത്തേക്ക് കയറി. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഭൂമി അങ്ങോട്ടേക്ക് കയറി വരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭൂമിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഭൂമിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ സമയത്ത് നമ്മുടെ അംബിക അവിടെ പകുതി ബോധത്തിൽ ഇങ്ങനെ ഇരിക്കുക. വന്ന് നോക്കുമ്പോൾ കാണുന്നത് അച്ഛൻ അവിടെ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. തൊട്ടരികിൽ കത്തിയുമായിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ഭൂമി ഒറ്റ ഒരു അലർച്ചയായിരുന്നു. എല്ലാവരും ഇങ്ങനെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുക. ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഭൂമി ഭയങ്കര കരച്ചിൽ. ആ സമയത്ത് ആൾക്കാരുടെ കൂട്ടത്തിൽ കൂളായിട്ട് മറ്റവൻ ഇറങ്ങി അങ്ങ് പോയി. ഈ കൊന്നവൻ ഭൂമി അവിടെ നിന്ന് തല തല്ലി കരയുവാണ്. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയില്ല. ഭൂമിക്ക് അച്ഛാന്ന് വിളിച്ച് ഭൂമി അച്ഛനെ ചെന്ന് ഇങ്ങനെ അടുത്തൊക്കെ ചെന്നിരുന്ന് വിളിക്കുന്നു. അപ്പോഴത്തേക്ക് സത്യൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നമ്മുടെ അംബികയുടെ കയ്യിൽ നിറയെ ബ്ലഡ്. അപ്പോഴത്തേക്കും അച്ഛാന്ന് വിളിച്ച് നമ്മുടെ ഭൂമി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അജയും അതുപോലെ സത്യനും കൂടി ഭൂമി ഇങ്ങനെ പിടിക്കുക. പെട്ടെന്ന് ഭൂമി ബോധം കെട്ട് വീണു. അതുപോലെ തന്നെ അംബികയും അവിടെ ബോധം കെട്ട് വീണു. പെട്ടെന്ന് തന്നെ അംബികയെ ആൾക്കാർ, അതായത് 2 ചേച്ചിമാരെയായിരുന്നു ഇങ്ങനെ താങ്ങിയെടുത്തു. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി സൗഭാഗ്യവതി അമ്മയോടും അതുപോലെ സംഗീതയോടും കൂടി മാധവൻ പറയുവാണ്, ഭൂമിയുടെ അച്ഛനെ കൊന്നു ഭൂമിയുടെ അമ്മ. അത് കേട്ടപ്പോഴത്തേക്കും അയ്യോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ സൗഭാഗ്യവതി അമ്മയൊക്കെ ഭയങ്കര കരച്ചിൽ. പിന്നെ വിവരങ്ങളെല്ലാം പറയുവാണ്. അങ്ങനെ നമ്മുടെ ഭൂമി അവർ താങ്ങിയെടുത്തൊരു മുറിയിൽ കൊണ്ടുവന്ന് കിടത്തി. ഭൂമി ബോധം കെട്ട് അവിടെ കിടക്കുവാണ്. അപ്പം നന്ദിനി ചേച്ചി തൊട്ടരികിൽ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ഭൂമി ആ റൂമിൽ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ നമ്മുടെ അജയും അതുപോലെ SI സാറും എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ SI അവിടെ ഒരു കുറിപ്പ് കാണുന്നത്. അദ്ദേഹം പെട്ടെന്ന് അതെടുത്തു. അപ്പോൾ അദ്ദേഹം അതെടുത്ത് നോക്കുമ്പോൾ ഹീസ് നോ മോർ എന്നും പറഞ്ഞ് അജയ് അവിടെ നിൽക്കുവാണ്. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഇത് വായിക്കുന്നു. ഇത് വായിച്ചിട്ട് അജയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് കൊല്ലുന്നതിന് മുന്നേ എഴുതിയ കുറിപ്പാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അജയുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പം ഇനിയും മദ്യപിക്കുക, രോഗിയാവുക, ജീവൻ രക്ഷിക്കാൻ ഞാൻ നാട് നിലത്തുണ്ടാം, എനിക്ക് ശീലാവധി ആവണ്ട, സാധാരണ സ്ത്രീയായാൽ മതി. അപ്പോൾ പത്നീധർമ്മം പാലിച്ചിരിക്കുന്നു, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നാടകത്തിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗാണ് അവിടെ ഇദ്ദേഹം വായിച്ചത്. അപ്പോൾ അത് നമ്മുടെ അംബിക കൊല്ലാനെടുത്ത് തീരുമാനിച്ചിരുന്നു എന്നുള്ള ഒരു ഇതിലേക്ക് കാര്യങ്ങൾ വന്നു. ആ സമയം പുറത്തൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് പറയുന്നു അജയ് ബാക്കിയുള്ള പോലീസുകാരോട്. അച്ചുവേട്ടൻ അവിടെ അങ്ങനെ കിടക്കല്ലേ. അംബികയെ മാറ്റി നിർത്തി. പിന്നെ പോലീസുകാർ അവിടെ ഇവിടെ എല്ലാം സെർച്ച് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഭൂമിയുടെ മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ഭൂമിയെ എഴുന്നേൽപ്പിച്ചു. ഈ സമയത്ത് ഭൂമി അവിടെ ഏറ്റിരുന്ന് ഭയങ്കര കരച്ചില്ല. അച്ഛാന്ന് വിളിച്ച് ഭയങ്കര കരച്ചിൽ. നന്ദിനി ചേച്ചിയാണ് ഭൂമിയെ ചേർത്ത് പിടിച്ചിരിക്കുക. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ഭൂമി ഭയങ്കര കരച്ചിൽ. അയ്യോ എൻ്റെ അച്ഛനെന്നും പറഞ്ഞ് ഭയങ്കര ഇത് കേട്ടോ. അപ്പോൾ അംബിക കൊലയാളിയായി. പക്ഷെ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം തപ്പി ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു മദ്യക്കുപ്പി കിടക്കുന്നതും കണ്ടു. ശരിയാണ്. അപ്പോൾ ആ ഒരു കുറിപ്പടിയിൽ ഉണ്ടായിരുന്നതും സത്യമായി വന്നു. അതായത് അച്ചുവേട്ടൻ ഭയങ്കര മദ്യപാനിയായിരുന്നു എന്നും അച്ചുവേട്ടൻ കുടിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചതാണ്. അത് കാര്യങ്ങളെല്ലാം കൂടി നമ്മുടെ അംബികയ്ക്കെതിരായിട്ട് തന്നെ വന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം അംബികയ്ക്കെതിരായി അംബിക പ്രതിയായി തന്നെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഭൂമി അവിടെ തലതല്ലി കരയുവാണ് തൻ്റെ അച്ഛനെ പറ്റി ആലോചിച്ച്. അങ്ങനെ അപ്പോഴത്തേക്കും പോലീസിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. അവർ തെളിവുകളും എല്ലാം ശേഖരിക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് ബോഡി അവിടെ നിന്ന് എടുക്കുന്നു. അപ്പം നമ്മുടെ ഭൂമി ഇങ്ങനെ ഒറ്റപ്പെട്ട് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുക കേട്ടോ. തൻ്റെ അച്ഛൻ്റെ പുതപ്പെല്ലാം കെട്ടിപ്പിടിച്ചിരുന്ന് ചങ്ക് പൊട്ടി കരയുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ അംബികയെ അപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് പരിശോധിക്കുന്നു. അംബിക ബോധം കെട്ടുമില്ല. അപ്പോൾ ഉടനെ റിക്കവർ ആവും, പേടിക്കൊന്നും വേണ്ട എന്ന് ഡോക്ടർ പോലീസുകാരിയോട് പറയുന്നു. എന്നാ പറയുന്നത്, ഒരു മരണവീട് തന്നെയായി ശരിക്കും. പിന്നെ അംബിക എഴുന്നേറ്റു അവിടെ ഇരിക്കുവാണ്. അപ്പുറത്തെ മുറിയിൽ ഭൂമി, ഇപ്പുറേ അംബിക. അങ്ങനെ അച്ചുവേട്ടൻ്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ ഭൂമി ഇരിക്കുന്നു. എന്താ സംഭവിച്ചതെന്നുള്ള ആ ഒരു പകച്ചിലുണ്ടല്ലോ, ആ ഒരു പകപ്പ്, ആ ഒരു പകച്ചിൽ ഇരിക്കുകയാണ് നമ്മുടെ അംബിക.
ആരോടും അംബികയ്ക്കൊന്നും പറയാനും പറ്റുന്നില്ല. അംബികയ്ക്ക് പറയുന്ന കാര്യങ്ങളൊന്നും അറിയാനും പാടില്ല. മൊത്തത്തിൽ കാര്യങ്ങൾ ഇതായിട്ട് നിൽക്കുന്നു. അതിനുശേഷം അംബികയും കൊണ്ട് പോലീസ് പോവുക, നമ്മുടെ അജയൊക്കെ. അപ്പോഴും നാട്ടുകാർ വന്നവരെല്ലാവരും അവിടെ തന്നെ ഉണ്ട്, ആരും എങ്ങും പോയിട്ടില്ല, ആ ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ അംബികയും കൊണ്ട് പോലീസുകാർ പോകുമ്പോഴത്തേക്കും ഭൂമി അമ്മയെന്ന് വിളിച്ച് ഓടി ഇറങ്ങി വന്നു. അപ്പോഴും അമ്മയാണ് കൊന്നതെന്നുള്ളൊരു ഭൂമിക്ക് അറിയില്ലല്ലോ. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇത്. അപ്പോൾ എല്ലാവരും അംബികയാണ് കൊന്നതെന്ന് തന്നെ വിശ്വസിച്ച് വിചാരിച്ചിരിക്കുന്നു. പോലീസ് കൊണ്ടുപോകാൻ നോക്കുന്ന അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മുടെ ഭൂമി ഇങ്ങനെ നിൽക്കുമ്പോൾ അജയ് ഇങ്ങനെ നിസ്സഹായനായിട്ട് ഭൂമിയെ തന്നെ നോക്കി നിൽക്കുക. അപ്പോൾ എൻ്റെ അമ്മയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഭൂമി ചോദിച്ചു. എവിടേക്കാണ് എൻ്റെ അമ്മയെ കൊണ്ടുപോകുന്നത് ചോദിച്ചപ്പോൾ ഭൂമി, നീ കരയരുത്, വേറെ മാർഗമൊന്നും ഇല്ല എന്ന് അജയ് പറയുക. എൻ്റെ അമ്മ അച്ഛനെ കൊന്നെന്നോ? ഇല്ല, ഒരിക്കലും അത് സംഭവിക്കില്ല, ഒരിക്കലും ഇല്ല എന്ന് നമ്മുടെ ഭൂമി പറയാം. അംബിക ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഇതൊരു സാധാരണ പ്രൊസീജിയർ ആണെന്നുള്ള കാര്യം അജയ് പറയുമ്പോൾ സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞ് ഭൂമി കരഞ്ഞ് താണുകയാണ്, ഇങ്ങനെ അപേക്ഷിക്കുക കേട്ടോ. അങ്ങനെ കൈ കൂപ്പി യാചിക്കുവാണ്. മോളെ, അവരവരുടെ ജോലി ചെയ്യട്ടെ എന്ന് സത്യൻ ഇങ്ങനെ പറയാം. അപ്പം എൻ്റെ അമ്മ അച്ഛനെ എന്തിനെ കൊല്ലണം, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അമ്മയെ കൊണ്ടുപോകല്ലേ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ഭയങ്കര കരച്ചില്ല. അപ്പം അജയ് സോറി. അപ്പം ആ ഭൂമിയുടെ വാക്കുകൾ കേൾക്കാൻ അജയ്ക്ക് നിവർത്തിയില്ലല്ലോ. അപ്പോൾ ഒന്ന് പറ സാർ എന്ന് പറഞ്ഞ് സത്യനോട് നമ്മുടെ ഭൂമി ഇങ്ങനെ പറയുന്നു. പക്ഷേ അംബികയും കൊണ്ട് പോലീസുകാർ പോയി. അംബിക ഇപ്പോഴൊരു മരവിപ്പിൽ തന്നെ, ആ മരവിപ്പിൽ നിന്നും അംബിക ഉണർന്നിട്ട് പോലുമില്ല. അങ്ങനെ സത്യൻ നമ്മുടെ ഭൂമിയെ ചേർത്ത് പിടിച്ചപ്പോൾ കൊണ്ടുപോകരുതെന്നും പറ സാറെന്നും പറഞ്ഞുകൊണ്ട് ഭൂമി ഭയങ്കര കരച്ചിൽ. അങ്ങനെ പോലീസുകാർ പോകുമ്പോഴത്തേക്ക് ആ മഴ നനഞ്ഞ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഭൂമി ആ വണ്ടിയുടെ നേരെ ചെല്ലുവാണ്. എന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ തല തല്ലി കിടന്ന് കരയുക. അച്ഛൻ്റെ വണ്ടി തൊട്ടരികിൽ കിടപ്പുണ്ടല്ലോ, ആ വണ്ടിയിൽ തല തല്ലി നമ്മുടെ ഭൂമി കരയുവാണ്. അങ്ങനെ തൻ്റെ അച്ഛനുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയവും തൻ്റെ അച്ഛൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയവും ഇതെല്ലാം നമ്മുടെ ഭൂമി ആലോചിച്ച് ഭയങ്കര കരച്ചിൽ. ഭൂമിയെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അങ്ങനെ ഭൂമി തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കരഞ്ഞ് നിലവിളിച്ച്. അന്ന് പെയ്ത മഴ മുഴുവനും നമ്മുടെ ഭൂമി നനഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. ഇതേ സമയം പോലീസുകാർ അംബികയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വരുന്നു. അപ്പോൾ പോലീസുകാരെല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതും ഭൂമിയുടെ അമ്മ അച്ഛനെ കൊന്നിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. അംബിക പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. വനിതാ പോലീസുകാർ അംബികയെ ഇടവും വലവും പിടിച്ച് കൊണ്ടുവരുവാണ്. അപ്പോൾ അകത്ത് ചെന്നപ്പം നേർപരിശോധന നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ പരിശോധന നടത്തിക്കോളാൻ പറഞ്ഞു കൂടെ വന്ന പോലീസുകാരോട്. അങ്ങനെ നമ്മുടെ അംബികാമ്മേനെ അവിടെ കൊണ്ടുവന്നിരുത്തി. അതിനുശേഷം മാലയൊക്കെ ഉരുക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അംബികയാണെങ്കിൽ ആ മാലയിലേക്ക് പിടിച്ചിട്ട് ചങ്കു പൊട്ടി കരയുവാണ് എൻ്റെ അച്ചുവേട്ടനെ ഓർത്ത്. അങ്ങനെ നമ്മുടെ അംബികയുടെ കരച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത കരച്ചിൽ. അങ്ങനെ മാലയെല്ലാം ഊരി അംബിക ഇങ്ങനെ നിൽക്കുമ്പോൾ അജയ് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ അജയ്ക്കും ശരിക്കും സങ്കടമായിട്ടോ. അജയ് ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഈ താലിമാലയിൽ ഇങ്ങനെ പിടിച്ച് അംബിക ഇങ്ങനെ ചങ്കു പൊട്ടി കരയുന്നതൊക്കെ അജയ് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അവരുടെയൊക്കെ കണ്ണിൽ ഭർത്താവിനെ കൊന്നയാൾ അംബിക. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് അംബികയ്ക്ക് അച്ചുവേട്ടന് മാത്രമല്ല അറിയുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു വലിയ ദുരന്തം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ രാധിക എന്നും പറഞ്ഞുകൊണ്ട് അജയ് വിളിക്കാം. വേണ്ട, അത് കയ്യിലേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അത് ആ താലിമാല അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തേക്കാൻ അജയ് പറഞ്ഞു. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് നമ്മുടെ അംബിക അജയോട് പറയാണ്, എൻ്റെ മോൾ അവിടെ ഒറ്റയ്ക്കാ സാറേന്ന്. ചങ്കു പൊട്ടി പറയുമ്പം അജയ്ക്കും എന്ത് പറയണമെന്ന് അറിയാതെ അജയും ആകെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്തെ. അങ്ങനെ അതും പറഞ്ഞ് ആ താലിമാല കയ്യിലെടുത്ത താലിമാലയിലൊരു ഉമ്മയൊക്കെ കൊടുത്തിങ്ങനെ അജയുടെ നേരെ ഒരു നിസ്സഹായത നിറഞ്ഞൊരു നോട്ടം നോക്കി. അത് കണ്ടപ്പം അജയ്ക്കും ഭയങ്കര സങ്കടമായി. അജയും ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി അംബികയെ ഇങ്ങനെ നോക്കുക. അത് കഴിഞ്ഞ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബുലൻസിൽ നമ്മുടെ അച്ചുവേട്ടൻ്റെ ബോഡി കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്കും ഭൂമി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്ന് ഭൂമി ഇങ്ങനെ ആംബുലൻസിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് അടിപതറി ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അവിടെ സൗഭാഗ്യപുരത്തുള്ളവരെല്ലാവരും അവിടെ ഉണ്ട് അംബികയ്ക്ക് കൂട്ടായിട്ട്. അതുപോലെ തന്നെ സത്യനും പിന്നെ അംബികയുടെ ഭൂമിയുടെ കുറച്ച് കൂട്ടുകാരും നന്ദിനി ചേച്ചി അവരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും ഭൂമിക്ക് കൂട്ടായിട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും എന്താ പറയുന്നത് ചങ്ക് പിളർന്നു പോകുന്ന രീതിയിലുള്ളൊരു കഥയും കാര്യങ്ങളും ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കഥ ഇന്നിവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും കാണുമെന്നും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ
എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ.